നമസ്തേ എവരി വൺ. നമുക്ക് വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ട് നോ പറയണം. നമ്മളുടെ പേഴ്സണാലിറ്റി, ബെറ്റർ ആയിട്ടുള്ള പേഴ്സണാലിറ്റി എപ്പോഴും നമുക്ക് നോ പറയാൻ പറ്റണം. ഒരുപാട് കാര്യങ്ങളിൽ നമുക്ക് ആവശ്യമില്ലാത്ത ബിസിനസ്സിലേക്ക്, ഫാമിലി ഇൻവോൾവ്മെൻറ്റിലേക്ക് ഒരുപാട് സ്ഥലത്ത് നമ്മൾ നോ പറയണം. അപ്പം എന്നിട്ട് നമ്മൾ സെലക്റ്റീവായിട്ടുള്ള കാര്യത്തിൽ മാത്രമേ നമുക്ക് യേസ് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ മറ്റുള്ളവരെ ഹെർട്ട് ചെയ്യാതെ, ചിലപ്പം ഭക്ഷണം കഴിക്കാൻ വിളിക്കുന്നത്, കല്യാണത്തിന് വിളിക്കുന്നത്, വീട് പാല് കാച്ചാൻ വിളിക്കുന്നത്, മരണമായിട്ട് ബന്ധപ്പെട്ടത്, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ചടങ്ങുകൾക്ക് വേണ്ടിയിട്ട് വിളിക്കുന്നത്, ഇങ്ങനെയൊക്കെ ഉള്ളതിനകത്ത് നമുക്ക് നോ പറയണം. അപ്പം നമുക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പക്ഷേ എനിക്ക് തോന്നുന്നത് നിങ്ങൾ ലാസ്റ്റ് വരെ കണ്ടാൽ ഇത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റം വരുത്തേണ്ടതാണ്. കാരണം എവിടെയൊക്കെ നമുക്ക് നോ പറയാം, മറ്റുള്ളവർക്ക് ഹർട്ട് ചെയ്യാതെ പറയണം. അപ്പോൾ നമുക്കിങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് പറയാം, ഐ അപ്രീഷിയേറ്റ് യുവർ ഓഫർ ബട്ട് ഐ ഹാവ് അതർ കമ്മിറ്റ്മെൻറ്റ്സ്. ഓക്കെ, അപ്പോൾ എന്നെ ഒരു പ്രസംഗത്തിന് വിളിക്കുകയാണ്. പ്രസംഗം ഇപ്പോൾ എൻ്റെ ഡയറിക്കകത്ത് വേറെ പ്രോഗ്രാം കിടക്കും. അപ്പം വളരെ ഈസി ആയിട്ട് എന്ന് പറഞ്ഞ സിമിലറായിട്ട് നമുക്കതല്ലെങ്കിൽ താങ്ക് യു ഫോർ തിങ്കിങ് അബൌട്ട് മീ, ഐ എം അൺഎബിൾ ടു മേക്ക് ഇറ്റ് എന്ന് നമ്മൾ പറയുമ്പോഴത്തേക്കും അപ്പം അതിൻ്റെ റീസണും കൂടെ പറയാം. പിന്നെ ചിലപ്പോൾ നമുക്ക് പറയാം ഹാവ് ടു പാസ് ദിസ് ടൈം, ഈ പ്രാവശ്യത്തേക്ക് എനിക്ക് പറ്റില്ല. സോ ഐ എം ഗ്രേറ്റ്ഫുൾ ഫോർ ദ ഓപ്പർച്യൂണിറ്റി. അതേപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ ഒരു അധ്യാപകനാണ് വിളിക്കുന്നത്, ഇല്ല അങ്ങനെ നമ്മളായിട്ട് നല്ല റിലേഷൻഷിപ്പിലുള്ള ഒരു ഇതിൽ വിളിക്കുക. അപ്പോൾ നമുക്ക് അപ്പോൾ ഡിക്ലൈൻ ചെയ്യുന്നത്, ഐ എം ഓണേഡ് യു ആസ്റ്റ് ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഹൗ ടു ഡിക്ലൈൻ. അപ്പോൾ എനിക്ക് ആ പർട്ടിക്കുലർ ഡേയിൽ അതിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യത്തിന് പോകുന്ന ആ ഒരു കാര്യം കൂടെ പറഞ്ഞാൽ മതി. പിന്നെ ചിലപ്പോൾ നമുക്ക് പറയാം ഐ എം അഫ്രൈഡ്, ഐ വോണ്ട് ബി ഏബിൾ ടു മേക്ക് ഇറ്റ് ബട്ട് ഐ ഹോപ്പ് ഇറ്റ് ഗോസ് വെൽ. നന്നായി നടക്കട്ടെ, എനിക്ക് വരാനായിട്ട് വലിയ ബുദ്ധിമുട്ടാണ്. ചിലപ്പോൾ നമുക്ക് പറയാം ഐ വിൽ ലവ് ടു ബട്ട് ഐ എം ഓൾറെഡി ബുക്ക്ഡ് ഓർ ഐ ഹാവ് അനദർ പ്രോഗ്രാം ഐ ഹാവ് കമ്മിറ്റഡ്. എനിക്ക് വരാൻ ഇഷ്ടമായിരുന്നു. അതുപോലെ തന്നെ ഐ നീഡ് ടു പ്രയോറിറ്റൈസ് സം അതർ റെസ്പോൺസിബിലിറ്റീസ് റൈറ്റ് നൗ. മറ്റൊരു ഉത്തരവാദിത്വം എനിക്കത് കേറ്റർ ചെയ്യാനുണ്ട്. അപ്പം നമുക്ക് പറയാം താങ്ക് യു സോ മച്ച് ഫോർ ഇൻവൈറ്റിംഗ് മീ ബട്ട് ഐ ഹാവ് ടു റെസ്പെക്റ്റ്ഫുള്ളി ഡിക്ലൈൻ ഇറ്റ്. ചിലപ്പോൾ നമുക്ക് പറയാം അപ്രീഷിയേറ്റ് ദ ഓഫർ ബട്ട് ഇറ്റ്സ് നോട്ട് ദ റൈറ്റ് ടൈം ഫോർ മീ ഓർ റൈറ്റ് ഫിറ്റ് ഫോർ മീ. നമുക്ക് പറയാം എനിക്കത് ചേരുന്നതല്ല ഈ അവസ്ഥയിൽ. ഇനി അതല്ലെങ്കിൽ ഐ എം ഗോയിങ് ടു ഹാവ് ടു സേ, ചിലപ്പം എനിക്ക് ഈ സമയം പറ്റില്ല, ഈ പ്രാവശ്യത്തേക്ക് പറ്റില്ല, പക്ഷെ ഐ അപ്രിഷിയേറ്റ് യുവർ അണ്ടർസ്റ്റാൻഡിങ്. എന്നെ ഒന്ന് മനസ്സിലാക്കുക, എനിക്ക് അതിൻ്റെ പ്രശ്നമുണ്ട്. നമുക്ക് പറയാം ഐ എം അഫ്രൈഡ് ഐ കാൻറ്റ് കമ്മിറ്റ് ദറ്റ് റൈറ്റ് നൗ. ചിലപ്പോൾ ഞാൻ വരുമായിരിക്കും, പക്ഷെ എനിക്ക് ഉറപ്പില്ല. അതല്ല നമുക്ക് പറയാം താങ്ക് യു ഫോർ കൺസിഡറിങ് മീ ബട്ട് ഐ വിൽ ഹാവ് ടു പാസ് ഈ പ്രാവശ്യം. ഐ എം സോറി, ഐ അപ്പോളജൈസ് ബട്ട് ഐ വോണ്ട് ബി ഏബിൾ ടു കമ്മിറ്റ് ഇറ്റ് ഓർ മേക്ക് ഇറ്റ്. നമുക്കതല്ലെങ്കിൽ ഐ എം അൺഎബിൾ ടു പാർട്ടിസിപ്പേറ്റ് ബട്ട് ഐ വിഷ് യു ഓൾ ദ ബെസ്റ്റ്. നമുക്കൊരു നന്മയും നേർന്നുകൊണ്ട് വേണം നമുക്കത് ഒഴിവാക്കാം. അതല്ലെങ്കിൽ നമുക്ക് വളരെ റെസ്പെക്റ്റ്ഫുള്ളായിട്ട് പറയാം ഐ എം ഗോയിങ് ടു ഹാവ് റെസ്പെക്റ്റ്ഫുള്ളി ഡിക്ലൈൻ ദിസ് ടൈം പറയാം. ഇത് നമുക്കൊരു 8-10 പ്രാവശ്യം നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു താല്പര്യമില്ലാത്തതിനെ നമുക്ക് ഡിക്ലൈൻ ചെയ്യാനായിട്ട് പറ്റും. സോ ഐ ഹാവ് ടു ഡിക്ലൈൻ ബട്ട് ഐ എം ഗ്രേറ്റ്ഫുൾ ഫോർ ദിസ് ഓപ്പർച്യൂണിറ്റി. ഇപ്പം ഞാൻ തിരുവനന്തപുരത്തോ കൊച്ചിയിലോ കോഴിക്കോടാണ്. എൻ്റെ ഫാമിലിയിൽ പെട്ട റിലേറ്റീവിന് ഒരു അത്യാവശ്യം അതിൽ അവിടെ എന്തൊരു ഫംഗ്ഷൻ നടക്കുന്നുണ്ട്, എന്നെ വിളിക്കുകയാണ്. അപ്പം അവിടെ നമുക്കിത് പറയുമ്പോഴത്തേക്കും നമുക്ക് തീർച്ചയായിട്ടും ഐ അപ്രീഷിയേറ്റ് ദ ഓഫർ ബട്ട് ഐ ഹാവ് ടു സേ നോ. ഞാൻ നേരത്തെ ഏറ്റെടുത്ത 2-3 കാര്യങ്ങൾ ഉള്ളതുകൊണ്ടാണ്, അല്ലെ ഞാൻ വരുമായിരുന്നു. ഇല്ലെങ്കിൽ അപ്പോൾ അവർക്ക് വരുന്നതോ ഞങ്ങളുടെ കാര്യങ്ങൾക്കൊന്നും വരാനായിട്ട് ഇപ്പോൾ സമയമില്ലായിരിക്കും അല്ലേ. അപ്പോൾ അതിന് തോന്നുന്നതിന് പകരം നമുക്ക് കുറച്ചുകൂടെ ഹെവി ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റി നമ്മൾ ഏറ്റെടുത്തേക്കുക. അപ്പോൾ എന്നെ സംബന്ധിച്ചാണ് ഞാനൊരു ക്ലാസ് ആ ദിവസത്തെ ഒരു ക്ലാസ് കമ്മിറ്റ് ചെയ്ത് കമ്മ്യൂണിക്കേഷനെല്ലാം പോയി കഴിഞ്ഞ് ഇനി ഒരു വിധത്തിൽ മാറ്റാൻ പറ്റില്ല. അപ്പോൾ ഇതറിയാവുന്നതുകൊണ്ട് ആൾക്കാരും എന്നെ നിർബന്ധിക്കാറില്ല. അപ്പോൾ ചിലപ്പോൾ നമുക്ക് പറയാം പിന്നെ എനിക്ക് ഈ സമയത്തേക്ക് എനിക്ക് പറ്റില്ല, ഈ ഒരു പർട്ടിക്കുലർ ടൈമിലേക്ക്.
അല്ലെങ്കിൽ ഐ എം ഗോയിങ് ടു പാസ് ദിസ് ടൈം ബട്ട് അപ്രിഷ്യേറ്റ് ദാറ്റ് യു ആർ ആസ്കിങ്. നമുക്കതല്ലെങ്കിൽ താങ്ക് യു ഫോർ തിങ്കിങ് അബൌട്ട് മീ, എന്നെ ഓർത്തല്ലോ, നന്ദിയുണ്ട്, ബട്ട് ഐ ഹാവ് ടു സേ നോ. വേറൊരു പ്രോഗ്രാം ഉള്ളത് കൊണ്ടാണ് നേരത്തെ കമ്മിറ്റ് ചെയ്തു പോയി. ഇനി ഐ വിഷ് ഐ കുഡ് ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഐ കാൺട്ട്. ഇനി ഐ ഹാവ് റെസ്പെക്റ്റ്ഫുള്ളി ഡിക്ലൈൻ ദിസ് ഇൻവിറ്റേഷൻ. നമുക്കത് വേണേൽ പറയാം. നമുക്ക് അവിടെ ഒരു കുറച്ചുകൂടെ എംഫസൈസ് കൊടുത്തുകൊണ്ട് പറയാം. ഐ എം നോട്ട് ഏബിൾ ടു കമ്മിറ്റ് ഇറ്റ് ബട്ട് ഐ അപ്രിഷ്യേറ്റ് ദാറ്റ് യു ആർ ആസ്കിങ് ഓർ റിമെമ്പറിങ് അബൌട്ട് മീ. അതല്ലേ പറയാം. ഓ അൺഫോർച്ചുനേറ്റ്ലി ഐ എം നോട്ട് അവൈലബിൾ ബട്ട് താങ്ക് യു ഫോർ ആസ്കിങ് മീ. അതല്ലേ നമുക്ക് പറയാം. ഐ എം ഗോയിങ് ടു ഹാവ് ടു ഡിക്ലൈൻ ബട്ട് ഐ ഹോപ്പ് ഇറ്റ് ഈസ് എ സക്സസ്. നന്നായിട്ട് നടക്കുമെന്ന് വിചാരിക്കട്ടെ. ഇനി ഐ എം അൺഏബിൾ ടു പാർട്ടിസിപ്പേറ്റ് ഇറ്റ് ബട്ട് ഐ അപ്രിഷ്യേറ്റ് ദ ഇൻവിറ്റേഷൻ. ഒരു കല്യാണത്തിന് വിളിക്കുവാണ്. ഞാൻ ചോദിക്കുന്നത് വളരെ റിമോട്ടായിട്ടുള്ളൊരു സ്ഥലത്ത് ഒരു കല്യാണത്തിന്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ലക്ഷക്കണക്കിന് പാർട്ടിസിപ്പൻസ് ഉണ്ട്. അപ്പോൾ അവരെല്ലാം കല്യാണത്തിന് വിളിച്ചാൽ ഇനി ഫ്യൂച്ചറിലേക്ക് ഒരു പുസ്തകം എഴുതാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒരാളുടെ ഒരു പരിപാടിക്ക് പോയാൽ മറ്റൊരു പരിപാടിക്ക് പോകണം. അപ്പോൾ ഞാനൊരു പോളിസി ആയിട്ട് എടുത്തിട്ടുണ്ട്. ഞാൻ നല്ല വിഷു നേരാം, പക്ഷെ ഒരിക്കലും കല്യാണമൊക്കെ പോകില്ല. ഇനി അടുത്തത് താങ്ക് യു ഫോർ ഓപ്പർച്യൂണിറ്റി ബട്ട് ഐ വിൽ ഹാവ് ടു പാസ് ഇറ്റ്. അതും വളരെ ഡിപ്ലോമാറ്റിക്കാണ്. ഇനി അതല്ലെങ്കിൽ ഐ എം അഫ്രൈഡ് ഐ വോണ്ട് ബി ഏബിൾ ടു മേക്ക് ഇറ്റ് വർക്ക്. ഞാൻ ഏറ്റെടുത്താൽ എനിക്ക് വരാൻ ആ സമയം നടക്കുമെന്ന് തോന്നുന്നില്ല. ഐ വിഷ് ഐ കുഡ് ബട്ട് ഇറ്റ്സ് നോട്ട് പോസിബിൾ ഫോർ മീ ടു ഹവ് റൈറ്റ് നൗ. ഇപ്പം എന്നെക്കൊണ്ട് ഏതായാലും അത് നടക്കില്ല. ഐ അപ്രിഷ്യേറ്റ് ദ ഓഫർ ബട്ട് ഐ ഹാവ് ടു സേ നോ. അൺഫോർച്ചുനേറ്റ്ലി ഐ ഹാവ് അനദർ ഓർ ഐ ഹാവ് എ പ്രയർ കമ്മിറ്റ്മെൻറ്റ്. ഞാനൊരു ഇത് പറയാം. ഇപ്പോൾ ഒരു ഗൈനക്കോളജിസ്റ്റാണ്, ഇല്ലൊരു ഫിസിഷ്യനാണ്, ഇല്ലൊരു സർജനാണ്. അവരുടെ വീട്ടിൽ ഫംഗ്ഷൻ നടക്കുന്നു, സുഹൃത്തുക്കളെടുത്ത് ഫംഗ്ഷൻ നടക്കുന്നു, പല ഫംഗ്ഷൻസ് നടക്കുന്നു. ഒരു കാരണവശാലും സർജൻ അടുത്ത് പോകാൻ പറ്റില്ല, ഇല്ലെങ്കിൽ ആ ഗൈനക്കോളജിസ്റ്റ് പോകാൻ പറ്റില്ല. ഈ കാര്യങ്ങളെല്ലാം നമ്മൾ പറയുന്ന പോലെ തന്നെ അവർക്കെല്ലാം നോ പറയേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഞാൻ ചോദിക്കുകയാണ്, നമ്മളൊക്കെ ചെയ്യുന്നത് അത്ര ഇമ്പോർട്ടൻ്റ് വർക്ക് അല്ലേ? മേ ബി അതിലും ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. ഒരു സർജനോ ഒരു ഗൈനക്കോളജിസ്റ്റോ ചെയ്യുന്ന കഴിഞ്ഞും ഇമ്പോർട്ടൻ്റ് വർക്കായിരിക്കും. അപ്പോൾ നമുക്ക് അതിട്ടിട്ട് ഇങ്ങനെ പല ടെംപ്റ്റേഷനും പുറകെ ചില ബന്ധങ്ങൾ പിടിച്ച് നിർത്താൻ വേണ്ടി നമുക്ക് പറ്റുമോ? സോ ഐ ആം അൺഏബിൾ ടു കമ്മിറ്റ് ബട്ട് ഐ അപ്രിഷ്യേറ്റ് യുവർ അണ്ടർസ്റ്റാൻഡിങ്. അപ്പോൾ അവിടെ നമുക്ക് പറയാം, ഹോസ്പിറ്റലിൽ ഇത് നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഐ എം സോറി ബട്ട് ഡോണ്ട് ബി ഏബിൾ ടു അറ്റൻഡ്. ഒക്കെ അത് പറയാം. ആൻഡ് താങ്ക് യു ഫോർ ദി ഇൻവിറ്റേഷൻ ബട്ട് ഐ എം അൺഏബിൾ ടു ജോയിൻ. ഓക്കെ, I have to respectfully decline this time, but I thank you for thinking about me, ഇല്ലേ റിമെമ്പറിങ് അബൌട്ട് മീ, ഇല്ലേ എന്നെ ഓർത്തല്ലേ സമയത്ത് വിളിക്കാൻ തോന്നിയില്ല. താങ്ക് യു സോ മച്ച്. ഓക്കെ, പക്ഷേ നമ്മളൊരു പൊതുപ്രവർത്തകനാണ്, ജനങ്ങളെയൊക്കെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അവരുടെ ഇതിന് അവരെപ്പോഴും പൊയ്ക്കൊണ്ടിരിക്കും. പ്രായമായ ആളാണ്, റിട്ടയേർഡ് ആയിട്ടുള്ള ആൾക്കാരാണ്, അവർക്ക് പോകാം. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര, കാരണം ആകെ നമുക്ക് ഈ ഭൂമിയിൽ കുറച്ച് ദിവസങ്ങളെ കിട്ടുന്നുള്ളൂ. അതിനിടയ്ക്ക് ഏറ്റവും നമ്മുടെ ഫോക്കസ് കോൺസെൻട്രേഷൻ വിട്ടുകൊണ്ട് നമുക്ക് പലപ്പോഴും മാറാൻ പറ്റത്തില്ല. ഐ അപ്രീഷിയേറ്റ് യുവർ കൈൻഡ്നെസ് ബട്ട് ഹാവ് ടു സേ നോ. പലപ്പോഴും ഐ എം അഫ്രൈഡ് ഐ കാൻ മേക്ക് ഇറ്റ് ബട്ട് ഐ അപ്രീഷിയേറ്റ് യുവർ ഇൻവിറ്റേഷൻ. നമുക്ക് അതേപോലെ തന്നെ ഐ എം നോട്ട് ഏബിൾ ടു പാർട്ടിസിപ്പേറ്റ് ബട്ട് ഐ വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ്. ചിലപ്പോൾ പറയാം ഐ ഹാവ് ടു ഡിക്ലൈൻ ബട്ട് ഐ ഹോപ്പ് ദിസ് ഗോസ് വെൽ. അതല്ലേ നമുക്ക് പറയാം അൺഫോർച്ചുനേറ്റ്ലി ഐ എം നോട്ട് അവൈലബിൾ ബട്ട് ഐ അപ്രിഷ്യേറ്റ് യുവർ റീച്ചിങ് ഔട്ട് ടു മീ. എന്നെ കൂടെ വിളിച്ചല്ലോ. ഓർ താങ്ക് യു ഫോർ കൺസിഡറിങ് മീ. അല്ലെങ്കിൽ നമുക്കവിടെ പറയാം എനിക്കിപ്പം ഐ എം സോറി ബട്ട് ഐ കാൺ കമ്മിറ്റ് ടു ദാറ്റ് റൈറ്റ് നൗ. എനിക്കിപ്പം അതിന് ഏൽപ്പിക്കാൻ പറ്റില്ല. അൺഏബിൾ ടു മേക്ക് ഇറ്റ് ബട്ട് ഐ ഹോപ്പ് യു ഹാവ് എ ഗ്രേറ്റ് ടൈം. അല്ലേ നമുക്ക് പറയാം അൺഫോർച്ചുനേറ്റ്ലി ഐ ഹാവ് എ സ്കെഡ്യൂൾഡ് കോൺഫ്ലിക്റ്റ്, മറ്റൊരെണ്ണമായിട്ട് കോൺഫ്ലിക്റ്റ് വരുന്നു. നമുക്കത് കൃത്യമായിട്ടും പറയാം താങ്ക് യു ഫോർ ഇൻക്ലൂഡിങ് മീ, താങ്ക് യു ഫോർ ഇൻവൈറ്റിംഗ് മീ. നമുക്ക് ആ ഒരു സിറ്റുവേഷൻ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട്. അപ്പോൾ ആദ്യമൊക്കെ നമുക്കിത് ചിലപ്പോൾ വേർഡായിട്ട് ബുദ്ധിമുട്ടായിട്ട് തോന്നും. പക്ഷേ കുറേ പ്രാവശ്യം ചെയ്ത് കഴിയുമ്പോൾ ഐ അപ്രിഷ്യേറ്റ് യുവർ അണ്ടർസ്റ്റാൻഡിങ്, എന്നെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടല്ലോ. സ്ത്രീകൾക്കൊക്കെയാണ് ഇത് കൂടുതലും പറ്റുന്നത്. കാരണം സ്ത്രീകളൊക്കെ ഒരു ജോലി
ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രൊഫഷൻ കെട്ടിപ്പടുക്കാൻ പോകുമ്പോഴത്തേക്കും കുടുംബമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ വരും. അതിൽ പോകണം, ഇതിൽ പോകണം, ആ പെരുന്നാളിന് പോകണം, അതല്ലെങ്കിൽ വിശേഷ ദിവസങ്ങളിൽ പോകണം, ഫാമിലിയായിട്ട് പറ്റ കുറേ ഫങ്ഷൻസ്. ഒരു കാര്യം ഞാൻ തീർത്ത് പറയാം, ജീവിതത്തിൽ നോ 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 പറയാൻ കഴിയാത്ത ഒരാളിന് സക്സസ്ഫുൾ ആകാൻ വലിയ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ അവിടെ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. നമുക്ക് തന്നെയല്ല, നമുക്ക് അതിലും വിലപ്പെട്ട കൂടുതൽ പേർക്ക് കോൺസിക്വൻസസ് ഉണ്ടാകുന്ന ഒരു കാര്യം പറയാനായിട്ട് നമുക്ക് ഉണ്ടാവണം. ഓക്കെ, താങ്ക് യു ഫോർ തിങ്കിങ് അബൌട്ട് മീ, ബട്ട് ഐ കാണ്ട്. ഇനി ഐ ഹാവ് ടു ഡിക്ലൈൻ. പിന്നെ നമ്മൾ പറയുവാണ് ഹോപ്പ് യു ഹാവ് എ വണ്ടർഫുൾ ഈവൻറ്റ്, നന്മ നേർന്നുകൊണ്ട്. പിന്നെ നമുക്ക് ചിലപ്പം എന്തെങ്കിലുമൊക്കെ ചിലപ്പം സഹായിക്കാൻ പറ്റുകൊണ്ട് സഹായിക്കുകയും ചെയ്യാം. പിന്നെ പലതിലും നമ്മൾ റെസ്പെക്റ്റ്ഫുള്ളി ഡിക്ലൈൻ, അണേബിൾ ടു ജോയിൻ. അവിടെ നമ്മൾ താങ്ക് യു ഫോർ യുവർ ഇൻവിറ്റേഷൻ, ഈ വാക്കുകൾ, ആൻഡ് പ്രയർ കമ്മിറ്റ്മെൻറ്റ്, ഐ അപ്രിഷ്യേറ്റ് യുവർ ഇൻവിറ്റേഷൻ, എനിക്ക് വളരെ നന്ദിയുണ്ട്, ഞാൻ കൃതാർത്ഥനാണ് നിങ്ങൾ വിളിച്ചതിൽ, ഐ അപ്രിഷ്യേറ്റ് യുവർ അണ്ടർസ്റ്റാൻഡിങ്, അല്ലെ അൺഫോർച്ചുനേറ്റ്ലി. അപ്പോൾ പോസിറ്റീവായിട്ട് നമുക്ക് എപ്പോഴും ഉപയോഗിക്കണം. ഐ എം അൺഏബിൾ ടു പാർട്ടിസിപ്പേറ്റ്, ബട്ട് ഐ വിഷ് യു ഹാവ് എ ഗ്രേറ്റ് സക്സസ്. ഇനി താങ്ക് യു ഫോർ കൺസിഡറിങ് മീ. അപ്പം ഇങ്ങനെ നമ്മൾ വീണ്ടും ഐ റെസ്പെക്റ്റ്ഫുള്ളി ഡിക്ലൈൻ, ഐ അപ്രിഷ്യേറ്റ് യുവർ തോട്ട്ഫുൾനെസ്, ഇങ്ങനെയുള്ള വാക്കുകൾ നമ്മൾ ഓർണമെൻ്റലായിട്ട് പറഞ്ഞുകൊണ്ട് ഡിക്ലൈൻ ചെയ്യുക. ആൻഡ് ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് മീ, എന്നെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഈ ഒരു കാര്യങ്ങൾ നമ്മൾ പറയുക. ആൻഡ് അപ്രിഷ്യേറ്റ് യുവർ ഇൻവിറ്റേഷൻ. അതേപോലെ തന്നെ താങ്ക് യു ഫോർ റീച്ചിങ് ഔട്ട് മീ, എന്നിലേക്ക് വന്നല്ലോ. ഇങ്ങനെ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞ് വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ട് പറഞ്ഞ്, പിന്നെ നിങ്ങൾക്ക് എനിക്ക് തോന്നുന്ന വ്യക്തിപരമായിട്ട് നമുക്ക് കുറേ റീസൺസ്, ഒരു 20 റീസൺസ് നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതി വെക്കാം. ദീസ് ആർ ദ 20 റീസൺസ് ഐ ക്യാൻ കം. പക്ഷേ ആ സമയത്ത് നമുക്ക് വേറെ പ്രോഗ്രാം ഉള്ളപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ നമ്മൾ സ്ട്രഗിൾ ചെയ്തുകൊണ്ട് നമ്മളെ എന്ത് തോന്നും. ഇത് കൂടുതലേ നമുക്ക് ഈ നോ പറയാനായിട്ട് ബുദ്ധിമുട്ടുള്ളത്, ചെറുപ്പത്തിൽ നമ്മൾ ഏർലി ചൈൽഡ്ഹുഡിൽ കമ്പയർ ചെയ്ത് പേരൻസ് വളർത്തിയിട്ടുണ്ടെങ്കിൽ ഈ നോ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് നഷ്ടപ്പെട്ടു പോകും, റിലേഷൻഷിപ്പ് നഷ്ടപ്പെട്ടു പോകും, അംഗീകാരം നഷ്ടപ്പെട്ടു പോകും, അവരുടെ പകയോ അവരുടെ ദേഷ്യമൊക്കെ നമ്മൾ സഹിക്കേണ്ടതായിട്ട് വരും. ഈ ഒരു ഫിയർ കിടക്കുന്നതുകൊണ്ടാണ്. അപ്പം മറ്റുള്ളവരെ പ്ലീസ് ചെയ്യുക. അപ്പം ഏർലി ചൈൽഡ്ഹുഡിൽ നമ്മൾ ഡിപ്ലോമാറ്റിക് അല്ല, നമ്മുടെ ഗതികേട് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, അവിടെ എല്ലാം കുറ്റം പറഞ്ഞ് മറ്റുള്ളവരെ എങ്ങനെയെങ്കിലും പ്ലീസ് ചെയ്യാനായിട്ട് ഒരു ടെൻഡൻസി. അപ്പം എന്നോടൊരാൾ ദേഷ്യപ്പെടുമെന്ന് കണ്ടു കഴിഞ്ഞാൽ ഞാൻ വിചാരിക്കും കുറച്ചുകൂടെ കൂടുതൽ വേണേൽ ദേഷ്യപ്പെട്ടോട്ടെ, ചെറിയ രീതിയിൽ ദേഷ്യപ്പെടുകയല്ല, കുറച്ചുകൂടെ കൂടുതൽ ദേഷ്യപ്പെട്ടോട്ടെ, ബട്ട് ദേ ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് മൈ സിറ്റുവേഷൻ. പിന്നെ അങ്ങനെ എൻ്റെ ഒരു വൾണറബിൾ ആയിട്ടുള്ളൊരു ടൈം ഞാൻ കൊടുത്ത് അവരുടെ പ്രീതി പിടിച്ചു പറ്റി നിൽക്കുന്ന അതുകൊണ്ട് എനിക്ക് ജീവിതത്തിൽ ഒരു നേട്ടം ഉണ്ടാകാൻ പോകുന്നില്ല. അപ്പം എനിക്ക് തോന്നുന്നത് ഞാനൊരു 20 വർഷമെങ്കിലും ആയിട്ട് ഞാൻ അബ്സല്യൂട്ട്ലി ബിസിയാണ്. കാരണം ആ ബിസി ആയതുകൊണ്ടാണ് എനിക്ക് ഒരുപാട് അച്ചീവ്മെൻ്റ് ആ കാലഘട്ടത്തിൽ ഉണ്ടാക്കാനായിട്ട് പറ്റിയത്. അപ്പം അതിനകത്ത് ഞാൻ ഒരു കാര്യത്തിന് പോയില്ലെങ്കിൽ, നോ പറഞ്ഞുകൊണ്ട് വരാൻ പറ്റിയില്ല, ചെല്ലാൻ പറ്റിയില്ലെങ്കിൽ, അവരുടെ കൂടെ കൂടാൻ പറ്റിയില്ല, ഇല്ല റെസ്പെക്റ്റ്ഫുള്ളി ഡിക്ലൈൻ ചെയ്തതുകൊണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യം കൊണ്ട് എന്നോട് ചെറിയ ഈർഷ്യം തോന്നിയിട്ടുള്ളവരുണ്ടെങ്കിൽ അതെനിക്ക് ഗുണം മാത്രമേ ഭവിച്ചിട്ടുള്ളൂ. കാരണം എന്നെ ഇപ്പോൾ വിളിക്കുവാണെങ്കിലും പറയും, എൻ്റെ കൂടെ പഠിച്ചവരൊക്കെ വിളിക്കുവാണെങ്കിലും പറയും, വരാൻ പറ്റത്തില്ലെന്ന് അറിയാം, എന്നാലും ഞാൻ വിളിക്കുവാണ്, വരാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് അറിയാം. അപ്പം എല്ലാവരും ഈ സംസാരിക്കപ്പോഴും വിളിക്കും, വരാൻ ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് എനിക്കറിയാം, എന്നാലും ഞാൻ വിളിക്കുകയാണ്, എന്നാൽ എൻ്റെ ഒരു സ്വപ്നമാണ്. ഓക്കെ, അപ്പോൾ അല്ലെങ്കിൽ നമ്മൾ പറയാം ഐ അപ്രിഷ്യേറ്റ് യുവർ കൺസിഡറേഷൻ അൺഫോർച്ചുനേറ്റ്ലി. അപ്പോൾ ഇങ്ങനെ വാക്കുകൾ നമ്മൾ ചേർത്തിട്ടുണ്ട്. റെസ്പെക്റ്റ്ഫുള്ളി ഐ ഡിക്ലൈൻ, നമ്മളവിടെ വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ട് താങ്ക് യു ഫോർ ദ ഇൻവിറ്റേഷൻ, റെസ്പെക്റ്റ്ഫുള്ളി ഡിക്ലൈൻ. ഈ ഒരു കാര്യം നമ്മൾ എനിക്ക് പറ്റാത്തത് കൊണ്ടാണ്, ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് മീ. അപ്പോൾ ഇങ്ങനെ പക്ഷേ നമുക്ക് നോ പറയാൻ പറ്റണം. ഒരുപാട് പ്രാവശ്യം എപ്പോഴൊക്കെ നോ പറയാൻ പറ്റുമോ അപ്പോഴൊക്കെ നമ്മൾ നോ നോ നോ. നമുക്ക് അതുകൊണ്ട് നമ്മുടെ ലക്ഷ്യത്തിലേക്ക്, കാരണം നമ്മളെല്ലാം ഗോൾ സെറ്റ് ചെയ്ത്, പ്രത്യേകിച്ച് ഞാനുമായിട്ട് അടുത്ത് നിൽക്കുന്നവരെല്ലാം ലൈഫിലൊരു ഗോൾ സെറ്റ് ചെയ്ത് ആ ഗോളുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നവരാണ്. അപ്പോൾ ആ ഗോളുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നവർക്ക് ഇതിടയ്ക്ക് കയറി വലിയൊരു ഇൻ്ററപ്ഷൻ ആയിരിക്കും.
ഓബ്സ്റ്റക്കിൾ ആയിരിക്കും, നമ്മുടെ ശ്രദ്ധ തിരിഞ്ഞു പോകുന്നതായിരിക്കും, ഫോക്കസ് ചെയ്യാൻ പറ്റാതെ വരുന്നതായിരിക്കാം. പക്ഷേ ഇതൊക്കെയാണെങ്കിലും ചില കോൺഫറൻസുകൾ, ചില ബിസിനസ് മീറ്റിങ്, കല്യാണങ്ങൾക്ക് പോക്ക് എനിക്ക് നടക്കത്തില്ല, മരണങ്ങൾക്ക് പോക്ക് എനിക്ക് നടക്കത്തില്ല, പാലുകാച്ച പോക്ക് ഞാൻ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. പക്ഷേങ്കിൽ പല ബിസിനസ് കോൺഫറൻസും ഐ ഹാവ് ടു സേ യേസ് ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിന് യേശു പറയും. പക്ഷേ ഈ കാര്യങ്ങളിൽ നമ്മൾ നോ നോ. എനിക്ക് തോന്നുന്നില്ല കഴിഞ്ഞ 20 വർഷത്തിനകത്ത് എനിക്ക് ഇങ്ങനെ ഞാൻ നോ പറഞ്ഞതുകൊണ്ട് എനിക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള റിലേഷൻഷിപ്പ് അവരെല്ലാം പിന്നീട് തിരിച്ചു വന്നിട്ടുണ്ട്. അവരെല്ലാം ആ ഒരു സിറ്റുവേഷൻ മനസ്സിലാക്കി. പക്ഷേ നമ്മൾ അതിന് പോയി അടുത്തതിന് പോയി എല്ലാത്തിനും പൊക്കോണ്ടിരിക്കുകയാണെങ്കിൽ ഇച്ചിരി അവൈലബിൾ ആവുകയാണെങ്കിൽ നമുക്ക് വില കുറയുമായിരിക്കും. ഓക്കെ, അപ്പം നമ്മൾ ടു മച്ച് സർക്കുലേഷൻ വിൽ റെഡ്യൂസ് ദ പ്രൈസ്. വേറൊരു വശം പറയുകയാണ്, ടു മച്ച് സർക്കുലേഷൻ വിൽ റെഡ്യൂസ് ദ പ്രൈസ്. എന്തിൻ്റെയും എപ്പോഴും നമ്മൾ അവൈലബിൾ ആണെങ്കിൽ എല്ലാ കാര്യത്തിനും അവൈലബിൾ. ഇപ്പോൾ ഫാദർ മദർ കൊച്ചുങ്ങളുടെ കൂടെ ഉണ്ട്. ഇപ്പോൾ അമ്മ എപ്പോഴും പിന്നെ ഹൗസ് വൈഫാണ്, എപ്പോഴും മക്കളുടെ കൂടെ ഉണ്ട്. ആ മക്കൾക്ക് അതിനൊരു വിലയില്ല. ആ സമയത്ത് അമ്മയായിട്ടിരിക്കുമ്പോഴെല്ലാം അവർ കളിക്കാനൊക്കെ ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുക. അതേസമയം നമ്മൾ അമ്മയ്ക്കൊരു വില കൊടുക്കത്തില്ല. പക്ഷേ അമ്മ ജോലി ചെയ്തിട്ട് വൈകിട്ട് 7 മണിക്ക് വരുവാണ്. അപ്പോൾ പിള്ളേർക്ക് വലിയ സ്നേഹമായിരിക്കും. ഇല്ലെങ്കിൽ മാസത്തിൽ ഒരിക്കൽ വരുവാണ്, അല്ലെങ്കിൽ മാസത്തിൽ 2 പ്രാവശ്യം വരുവാണ്. അത് ഫുള്ളി കുട്ടികളങ്ങ് എൻജോയ് ചെയ്യും. അപ്പോൾ അവർക്ക് സമയം കൊടുക്കുമ്പോൾ വി ക്യാൻ ഗീവ് ക്വാളിറ്റി ടൈം. അതിനിടയ്ക്ക് ഫോണും വെച്ചാണ്ട് ഇല്ലെങ്കിൽ വേറെ ആൾക്കാരോട് വർത്തമാനം പറഞ്ഞുകൊണ്ട് വേറെ അതിനകത്ത് ബിസിനസ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കില്ല. ഭക്ഷണം കഴിക്കുവാണെങ്കിൽ ഫുള്ളി ഇൻവോൾവ് ഇൻ ദാറ്റ്. അവരുമായിട്ട് തന്നെ സംസാരിച്ചുകൊണ്ട് നമ്മൾ ഇരിക്കാം. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ മെജോറിറ്റി ആയിട്ട് ചെയ്യേണ്ട ഒരു ഇത്. അപ്പോൾ ഡിപ്ലോമാറ്റിക് ആയിട്ട് നമ്മൾ നോ പറയാനായിട്ട് നിങ്ങൾക്ക് കഴിയണം. നല്ല പേഴ്സണാലിറ്റികളെല്ലാം ഈ പറയാനായിട്ട് ജീവിതത്തിൽ വിജയമുണ്ടാക്കുന്നവരെല്ലാം ഈ പറയുന്ന കാര്യത്തിൽ എക്സലൻ്റ് ആണ്. സോ താങ്ക് യു സോ മച്ച്. നിങ്ങൾക്ക് ഒരുപാട് വിജയങ്ങൾ നോയിലൂടെ ഉണ്ടാകട്ടെ. പക്ഷേ എന്നായിരുന്നാലും നമുക്ക് ഏറ്റവും ഹയസ്റ്റ് പ്രയോറിറ്റി വരുന്നതിനോട് യേശു പറയുകയും വേണം. ഓക്കെ, സോ യേസ് ടു ഹയസ്റ്റ് പ്രയോറിറ്റി ആൻഡ് സേ നോ ടു 1000 അൺഇമ്പോർട്ടൻ്റ് തിങ്സ്, അല്ലെങ്കിൽ നോട്ട് എസെൻഷ്യൽ തിങ്സ്. അങ്ങനെ ഒന്ന് ചെയ്യാം. 1/999 എന്നാണ് ഞാനിതിനെ പറയുന്നത്. ഒരു കാര്യത്തിലേക്ക് ഫോക്കസ് ചെയ്യുമ്പോൾ 999 കാര്യത്തോട് നോ 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 പറയാൻ പറ്റുക. Please practice it. See, all the best.